Hello, this is my YouTube channel. Please say hi. This is my YouTube channel. Please say hi. Hi, how are you? Please say hi. Hi. Guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പള്ളിവേട്ടയാണ്. അപ്പോൾ ഇവിടെ അമ്പലം ഇതാ കാണുന്നതാണ് അമ്പലം. അവിടുന്ന് ഇപ്പം 3 ആനയുടെ പുറത്ത് 3 തേവരോളും പുറത്തേക്ക് ഇറങ്ങി. അവിടെ ആലിൻ്റെ അടുത്ത് അവിടെ കുറേ പൊന്തക്കാടുണ്ട്. ആ പൊന്തയുടെ ഉള്ളിൽ കുറേ വൈക്കോൽ പന്നികളേനെ വിൽക്കും. എന്നിട്ട് അവിടുന്ന് 3 തേവരോളും വേട്ടയ്ക്ക് ഇറങ്ങിയതാ പറഞ്ഞിട്ട് 3 ആൾക്കാർ പോയിട്ട് കണ്ടുപിടിക്കും 3 പന്നിയോളെ. എന്നിട്ട് അവിടുന്ന് തായമ്പക കഴിഞ്ഞ് 3 തേവരോളും 3 ആനയുടെ പുറത്ത് ഇട്ടിട്ട് തിരിച്ചെഴുന്നള്ളി വരും. അപ്പം അവിടുന്ന് പന്നീനെ കണ്ടെത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്. ആ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞാൻ തേവരോളും 3 പേരും ഇങ്ങോട്ട് വരും. അപ്പം കണ്ടെത്തിയ പന്നിയോളും വരും. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ പറ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഴം, ശർക്കര, അവില്, പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, കളം വരച്ചിട്ടുണ്ട്. ഇതേമാതിരി പല പല വീട്ടുകളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഒരു വീട്, അവിടെ വേറൊരു വീട്, എൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഇനി അവിടുന്ന് ഇങ്ങനെ നടന്ന് വരും കേട്ടോ. അതേ കൂടെ എന്നിട്ട് ഇവിടെ കയറിയിട്ട് ആനയ്ക്ക് ഇതാ ഈ പഴമൊക്കെ കൊടുക്കും. എന്നിട്ട് നേരെ 3 ശ്രീകോവിലുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൽ 3 ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ട് 3 തേവരോളും പോവും. അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ 3 തേവര് എന്ന് പറയുന്നത്. ഇവിടെ 3 പ്രതിഷ്ഠകളാട്ടോ ഉള്ളത്. അതും പോരാതുകൊണ്ട് വേറെയും അയ്യപ്പൻ അങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ഇതുള്ള 3 തേവരോളേനെയാണ് ഇവിടെ കുതിരിക്കുന്നത്. ഒന്ന് തെക്കേ തേവര് ഇപ്പുറത്തിരിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് വടക്കേ തേവര്, പിന്നെ ഒന്ന് നടുവിൽ തേവരാണ്. ഇതാദ്യം ഒരു വിഷ്ണുവിൻ്റെ അമ്പലമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ശിവനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു, ഗരുഡൻ. പിന്നെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും സാന്നിധ്യം അറിഞ്ഞ കുറച്ച് ആൾക്കാർ ഇവിടെ ശങ്കരനാരായണനെ പ്രതിഷ്ഠിച്ചു എന്നാണ്. ശങ്കരനും നാരായണനും കൂടിയും ചേർന്നിട്ടുള്ള പ്രതിഷ്ഠ ശങ്കരനാരായണൻ. ഇപ്പം ആരും അമ്പലത്തിൻ്റെ ഉള്ളിലില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങൂല കേട്ടോ, കാരണം തേവരോളം ആരും അതിൻ്റെ ഉള്ളിലില്ല. 3 തേവരോളുടെയും രൂപങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അവിടെ മനുഷ്യ ശക്തി അതിൻ്റെ ഉള്ളിലില്ല കേട്ടോ. അപ്പോൾ അവരെ ശ്രീകോവിൽ ഇവിടുന്ന് നോക്കിയാൽ കാണില്ല. ഇവിടെ മിഞ്ഞാന്ന് ബാലൻ ഉണ്ടായിരുന്നു, പിന്നെ മോഹിനിയാട്ടം, അങ്ങനെ ആ ശിവരാത്രിയുടെ അന്ന് തുടങ്ങിയ പരിപാടികളട്ടോ. ഇനി നാളെയാണ് ആറാട്ട്. 3 തേവരോളിയും ആനപ്പുറത്ത്. ഇവിടെ ബാക്കിൽ തന്നെ ആറാട്ടുകടവുണ്ട്. അവിടെ പോയിട്ട് ആറാട്ടിൽ കുളിപ്പിച്ച് അഥവാ അഭിഷേകം ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരും. അങ്ങനെ പരിപാടി ഇവിടെ അവസാനിക്കും. ഇവിടെ 3 തേവരോളെ പോലെ തന്നെ 3 ബലിക്കല്ലുകളും 3 ശ്രീകോവിലുകളും 3 കൊടിമരങ്ങളും ഒട്ടുള്ളത്. ഇവിടുത്തെ ശ്രീകോവിലുകൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. ശിവൻ്റെ ശ്രീകോവിൽ വട്ടത്തിലും, അതായത് തെക്കേ തേവരാണ് ശിവൻ. വടക്കേ തേവരായ വിഷ്ണുവിൻ്റെ ശ്രീകോവിൽ ചതുരത്തിലുമാണ്. നടുവിൽ തേവരായ ശങ്കരനാരായണൻ്റെ ശ്രീകോവിൽ ചതുരവും വട്ടവും ചേർന്നിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഉത്സവ പരിപാടികൾക്ക് പോകാം. ഇതാ അവിടെ ഒരു ആൽമരം ഉണ്ട്. ഇതവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യട്ടോ ആന വരാൻ വേണ്ടിയിട്ട്. അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ഇതാ അപ്പുറത്തെ ആൽമലയിലാട്ടോ, അപ്പുറത്തൊരു മല മരുണ്ട്. അവിടെയാണ് പന്നിയോളം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഒക്കെ ഉണ്ട്. പിന്നെ അമ്മ ഉണ്ട്. ഇത് അമ്മ തിരി പൊരിയും മുറക്കം കൊണ്ടുവന്നു. ഞാൻ തിരി പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ 1 മണിക്കൂറോളം ആന അവിടെ നിൽക്കും. അപ്പോഴേക്കും ഇവിടെ അമ്പലത്തിൽ അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ചിട്ട് വരാം. അമ്പലം ഇതൊരു ശ്രീകോവിൽ, പിന്നെ അപ്പുറത്തേക്കുള്ള 2 ശ്രീകോവിലുകളുണ്ട്. ഇവിടെ കൂട്ടമ്പലം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ചാക്യാർ കൂത്ത് ഒക്കെ നടക്കുക. ഇവിടെ കഥകളി, പാടനം ഒക്കെ ഉള്ളത് ഇവിടെയായിട്ട് നടക്കുക. ഇവിടേക്കാണ് ഞങ്ങളുടെ തട്ടകത്തെ അമ്മയായിട്ടുള്ള കാരമ്പത്തൂരത്തെ തട്ടകത്തെ അമ്മയായിട്ടുള്ള കൊടിക്കുന്ന് ഭഗവതി. ഇവിടേക്കാണ് കളംപാട്ടിന് വരിക. എന്നിട്ട് ഈ റൂമിൽ വസിക്കും. കൊടിക്കുന്നത്തെ ഭഗവതി എന്ന് വെച്ചാൽ
ഇവിടുത്തെ തേവരുടെ മൂള് കേട്ടോ പറയുക ശിവൻ്റെ. പിന്നെ ഇതാണ് ശ്രീമൂലസ്ഥാനം, ശിവൻ്റെ ലിംഗം ആദ്യമായിട്ട് വെച്ചത്. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ അയ്യപ്പനും എരുഞ്ഞൂടാമ്പുരാനും പിന്നെ മഹാവിഷ്ണു ചിത്രം ആദ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലം കേട്ടോ. ഇത് നമ്മളെ ഇതിൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വേറൊരു വഴിയാണ്. ഇതാണ് ബാക്കിലൂടെ ബാക്കിലേക്ക് ഇറങ്ങാനുള്ള വഴി. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തി. ചോറ് പിടി ഇതാട്ടോ സാധനങ്ങൾ: സാമ്പാർ, ചോറ്, പപ്പടം, അച്ചാറ്. അമ്മയ്ക്കൊക്കെ വേറെയും കറികളുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. നിങ്ങൾ ഈ കാണുന്ന അമ്പലം കണ്ടോ? ഇത് നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ശങ്കരനാരായണൻ്റെയും അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാലേ കാണുള്ളൂ എന്നുള്ളൂ. ഇവിടെ ഉള്ളത് ഭദ്രകാളിയും വേട്ടേക്കരഞ്ഞുമാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പറഞ്ഞില്ല. ഇതാ കേട്ടോ അമ്പലം. എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അങ്ങനെ ഒരു വഴിയാട്ടോ. ഇതാണ് അമ്മമ്മ കഴിച്ചിട്ട് വരികയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ബാക്കിലോട്ടുള്ള നട. ഇതിലൂടെയൊക്കെയാണ് ആന കയറുക, ഫ്രണ്ടിലൂടെയും കയറും. പക്ഷെ ഇതിലേ കൂടിയാണ് അധികവശം കയറാറ്. ഈ കവാടം വഴിയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെയും വേട്ടേക്കരൻ്റെ അമ്പലത്തേക്കുള്ള വഴി കാണുള്ളൂ. ഇതാണ് പാത്രം കഴുകണ ഏരിയ. ഇത് ആദ്യം ഉണ്ടായിരുന്നത് ഇതപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലത്താണ്. പിന്നെ ഇങ്ങോട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നേരെ നോക്കിയാൽ നമുക്ക് പിന്നിലോട്ടുള്ള കവാടം കാണാം. സാധാരണ എല്ലാവരും ഫ്രണ്ടിലോട്ട് 3 മൂർത്തിയുള്ള ശിവൻ്റെ മൂർത്തിയുടെ കവാടം വഴിയാണ് ഇറങ്ങുക. പക്ഷെ ഞങ്ങൾ അധികം ഈ ബാക്കിലൂടെയാണ് കയറി തൊഴുക ചെയ്യുക. ഇങ്ങനെ നേരെ പോകാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ കാണുന്ന പാമ്പൻകാവ് കണ്ടോ? ഈ പാമ്പൻകാവിലെ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചതും ഗരുഡനാണ്. നാഗങ്ങളുടെ ശാപം ഗരുഡന് മാറാൻ വേണ്ടി ഒരു മുനി പറഞ്ഞു കൊടുത്ത വഴിയാണത്രേ ഇവിടെ നാഗങ്ങളെ പ്രതിഷ്ഠിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലിരിക്കണ മഹാദേവനെ പ്രതിഷ്ഠിക്കാൻ. ഇതേപോലെ തന്നെ ഇവിടെ കുന്തി പുഴയുടെ തീരത്ത് തിരുവേഗപ്പുറ പുഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ആ പുഴയിൽ നിന്ന് 2 ശിവലിംഗങ്ങളുണ്ട്. അതിലത്തെ ഒരു ശിവലിംഗം വേറൊരു അമ്പലത്തിലും ഒരു ശിവലിംഗം ഇവിടെയും ഒരേ മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഗരുഡൻ ആദ്യം അവിടെ നിന്ന് എടുത്തുകൊണ്ടെന്ന് വെച്ചത് ഇവിടെ. ആ സമയത്ത് വേഗം മുഹൂർത്തം തീരണ മുന്നേ തന്നെ അടുത്ത അമ്പലത്തേക്ക് എത്താൻ ഗരുഡൻ പെട്ടെന്ന് ചിറകണ്ടടിച്ചു. ആ സമയത്ത് ഇവിടുത്തെ ശിവലിംഗം ജസ്റ്റ് ചെരിഞ്ഞു പോയെന്നാണ്. ഇതാണ് വിഷ്ണുവിൻ്റെ കൊടിമരം, ബലിക്കല്ല്, ശ്രീകോവിലേക്കുള്ള വഴി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ശങ്കരനാരായണൻ്റേതാണ് ഈ കൊടിമരവും ബലിക്കല്ലും ഉള്ളിലോട്ടുള്ള വഴി. ഇത് മഹാദേവൻ്റേതാണ്. കൊടിമരം ഉണ്ട്. കൊടിമരം, ബലിക്കല്ല്, ഉള്ളിലോട്ടുള്ള വഴി. 3 കൊടിമരങ്ങളിലും കൊടിയേറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നിലോട്ടുള്ള കവാടം വഴി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ 3ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ മാഡം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാ പരിപാടികളും നടന്നിരുന്നേ. ഇവിടെ പൊരിക്കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നാളെ ആകുമ്പോൾ ഇവിടെ നിറച്ച് കടയാവും. ഇന്നൊക്കെ ചെറിയ കടകളെ വരുള്ളൂ. നാളെ കളിപ്പാട്ടും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാവും ഇവിടെ. ഇവിടുന്ന് ഈ അറ്റം തൊട്ട് ഇത് അങ്ങനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ ജനുവരിയിൽ പൂത്ത കേട്ടോ. ഇനി ഇത് വിഷു കഴിയാവുന്ന വരെ ഈ മഞ്ഞ കളറിലാണ് ഈ കൊന്നമരം. അമ്മയും ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഇവിടെ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തായിട്ടാണ് പറച്ചത്. ഇതാണ് ഇവിടുത്തെ ആൽമരം. കണ്ടോ, ആൽമരം കൊന്നമരം ഒക്കെ അടുത്തടുത്ത് നിൽക്കണോണ്ട് ഇങ്ങനെ നമുക്ക് കുങ്കുമം ഒക്കെ അടുത്ത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കൊന്നയും കുങ്കുമവും ആലൊക്കെ ഒറ്റൊന്നായിട്ടാണ് തോന്നുന്നത്. ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു വെച്ചതാട്ടോ.
ഇതടുത്ത പറ. ഇവരിങ്ങനെ കൊറേ കളങ്ങളുണ്ട് വരച്ചിട്ടാണ്. അപ്പൊ ഗൈസ് ഇവിടെ പറ എടുക്കാനൊക്കെ ഉള്ള ആൾക്കാര് ഉണ്ട്. അപ്പൊ നിക്കണത് ഞാൻ പറഞ്ഞില്ല, അശോകാലയത്താണ്. ഇതിന്റെ ഒരു ചേച്ചിയാണ്. 1.5 മണിക്കൂറായിട്ട് ആന അനങ്ങിയിട്ടില്ല കേട്ടോ. ആന 3 മൂർത്തിയോളം അവിടെ തന്നെ ഇരിക്കുക. ഇതാ ഈ മകം കണ്ടിട്ടുണ്ടല്ലോ, മറ്റേ അയ്യപ്പൻ ചുട്ടു ആ ഷോർട്സിൽ കണ്ടിണ്ടാവും. ഇതും അയ്യപ്പൻ്റെ അമ്മ ചുട്ടു ഷോർട്സിന്റെ ആളാണ്. അത് വേറെ ഒരു ചേച്ചിയാണ്. ചേച്ചിക്ക് മകം കാണിക്കാൻ മടിയായോണ്ടാ പോണത്. ഇതാട്ടോ വന്നിട്ടുണ്ട്. ശാന്തമ്മ ഉണ്ട് കേട്ടോ. പ്ലീസ്, ഞാൻ പറയാറില്ലേ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരുന്നത് അതിലത്തെ ഒരാളാട്ടോ. അപ്പോൾ നല്ല മലയാളമൊക്കെ നല്ലപോലെ പറയും. പക്ഷെ ഞാൻ ചിലതൊക്കെ ഇംഗ്ലീഷിലേ അറിയുള്ളൂ. അതാ ഞാൻ ചിലത് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷിലെന്ന് പറഞ്ഞു. കിട്ടി. ഇതാണ് കുട്ടമ്മാമ. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ ഈ അമ്പല നടക്കില് അപ്പൂസ് ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു മാമയാണ്. ഇതാ ഇവിടെ വല്യമ്മ ഞങ്ങൾക്ക് കടല വാങ്ങി തന്നു. കടല. ഇതാ നമ്മുടെ 3 മൂർത്തികളും തിരിച്ചു വരിക കേട്ടോ വേട്ട കഴിഞ്ഞിട്ട്. ഹലോ ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ, പ്ലീസ് സേ ഹായ്. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ, പ്ലീസ് സേ ഹായ്. Hi, how are you? Please say hi. Hi. അപ്പൊ നമ്മുടെ 3 പന്നികളും 3 തേവരും ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് 2 ആളുമാണ് അറിഞ്ഞില്ലേ, അവര് USA വന്നതാണ്. ഒരാളെ പേര് മൈക്കൺ എന്നാണ്, മറ്റേ പേരെന്തോ ഒരു പേരാണ്, എനിക്ക് അറിയില്ല. അതേപോലെ നേരത്തെ നിങ്ങളോട് ഒരാൾ പറഞ്ഞു. ഇവരൊക്കെ ഇവിടേക്ക് ഫോറിനേഴ്സ് ഞാൻ വരും പറഞ്ഞില്ലേ, അങ്ങനെ വന്നവരാട്ടോ. ഇനിയും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടത് ആൾക്കാർ. ഞാൻ ഇടയ്ക്ക് ഈ പന്നികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയോ? അതാ അവിടെ ഒരു കമ്പിൻ്റെ മീത വൈക്കോൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടോ, അതിനെയാണ് ഇവർ പന്നി എന്ന് പറയുക. ആ പന്നീനെ ഇവര് കൊന്തക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇപ്പൊ മഹാദേവനും മഹാവിഷ്ണുവും ശങ്കരനാരായണനും വേട്ടയ്ക്ക് ഇറങ്ങി എന്നാണ് പറയുക. അപ്പൊ അവര് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ കയറി വരികയാണ്. ആനകൾ എത്താറായി. ഇവിടെ പറ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആനയ്ക്ക് ഇവിടെ തണ്ണിമത്തനാണ് വെക്കേണ്ടത്. കുട്ടമാമയാണൊക്കെ വെട്ടിക്കൊടുക്കുന്നത്. കുട്ടമാമ തണ്ണിമത്തൻ വെട്ടിയിട്ട് ആനയ്ക്ക് കൊടുക്കാനുള്ള ഇവിടെ വെക്കുക. വൈക്കോല് കൊമ്പുമ്പോ കെട്ടി വരണുണ്ടോ, അതാണ് ഇവിടെ പന്നി എന്ന് ഞാൻ പറയുന്നില്ലേ, അതാണ് ആ സാധനം. അത് 3 പേര് പിടിച്ചിട്ട് വരിക. ആ പന്നീന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് പേര് സ്വർണത്തിന്റെ പരിചയം വാളും, കുറച്ച് പേര് ചെമ്പിന്റെ പരിചയം വാളും, അങ്ങനെ ഓരോ ചെമ്പ് സ്വർണം ഇങ്ങനെ പിടിച്ചിട്ട് വരും. കാരണം ഇത് 3 തേവരോളെയും വേട്ടയ്ക്കുള്ള സാധനങ്ങളായിരുന്നു. അത് 3ഉം പിടിച്ചിട്ടാണ് 3 ആൾക്കാർ വരണേ. ഇതിന്റെ ബാക്കിൽ നിങ്ങൾ കണ്ടോ, ഞാൻ പറയുന്നത് ക്ലിയർ ആയില്ല. ബാക്കില് ആനേനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീ കത്തിച്ച് വെക്കണേ. ഞാൻ പറയുന്നത് ക്ലിയർ ആവില്ല, കാരണം ഇവിടെ മേളാണ്.
തെക്കേ തേവര്, അതായത് നമ്മുടെ ശിവനാണ് തെക്കേ തേവരായിട്ട് ഇതാ ആദ്യത്തെ ആനയുടെ പുറത്ത് വരുന്നത് കേട്ടോ. തെക്കേ തേവര് എഴുന്നള്ളുമ്പോ എല്ലാരും നമശിവായ 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 നടക്കില്ല. വേട്ട കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി വരുന്ന ദേവന്മാരാ. ആദ്യത്തെ ദേവനായ തെക്കേ തേവരാണ് ഇതായി വരുന്നത്. ആനയ്ക്ക് ഇവിടെയുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. ആ നടുവിലുള്ളത് നടുവിൽ തേവരാണ്. ഇത് നടുവിൽ തേവരാണ്. അപ്പുറത്തുള്ളത് വടക്കേ തേവര്. നടുവിൽ തേവര് അറിയാലോ, നമ്മുടെ ശങ്കരനാരായണ സ്വാമിയാണ് ഇതാ ഈ ആനയുടെ പുറത്തെഴുന്നുള്ളത്. വടക്കേ തേവരായിട്ടുള്ളത് വിഷ്ണു ആണ് ആ ആനപ്പുറത്ത് എഴുന്നുള്ളത്. അപ്പൊ അതാ നമുക്ക് ശ്രീകോവിലിന്റെ അങ്ങോട്ട് വരാം. അപ്പൊ ഇതാണ് സ്റ്റേജിൽ ലച്ചുവിന്റെ ഡാൻസ് കാണാ. പാട്ട് ഞാൻ പാടിത്തരാം. നിറ പറ പറ നിറയെ കൊയ്യടി, നിറ പറ പറ താഴ്ത്തി കൊയ്യടി, തന്നാനക്കണ വള കിളിക്കണ താളത്തിൽ കൊയ്യടിയേ. താളനെ കെച്ചടി മെച്ചക്കടി മെച്ചക്കടി പാതിര കെച്ചടി ബോലിയ കെച്ചടി, പത്തായത്തിൽ ഒരാളുന്ന് കെച്ചടിയേ. ഇതൊക്കെയാണ് മേക്കപ്പ് റൂം. അപ്പൊ ഗായ്സ് ഇപ്പൊ ഇവിടെ പഞ്ചവാദ്യം നടന്നോണ്ടിരിക്കുകയാണ്. ഇനി തേവരോളെ ഉള്ളിൽ കയറ്റാറായിണ്ട്. പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കരുത് എന്നാ പറഞ്ഞത്. കാരണം നമ്പൂരിമാര് 3 പേരുണ്ടാവും. അവര് 3 പേരും കൂടി 3 തേവരോളെ എടുത്ത് 3 ശ്രീകോവിലോട്ട് കയറ്റുക ചെയ്യുക. അപ്പൊ അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നിപ്പോ അമ്മമ്മ പറഞ്ഞു. കാരണം മറ്റേത് പാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭഗവാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഭഗവാന് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കരുത് പറഞ്ഞേ. അപ്പൊ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം